പാണക്കാട് മുനവർലി തങ്ങൾ വോട്ട് രേഖപ്പെടുത്താനെത്തുകയാണ്. CKM-LP സ്കൂൾ പാണക്കാട് ബൂത്തിലുള്ള CKM-LP സ്കൂളിൽ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനെത്തിയിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇനി നമുക്ക് പാലക്കാട്ടേക്ക് കൂടി പോകണം. പാലക്കാട് കുന്നത്തൂർമേട് ഐഷത്തുൽ ഷംനയുണ്ട്. ഷംന, ഗുഡ് മോർണിംഗ്. ഇന്ന് ഇപ്പോൾ കേരളം തന്നെ ഉറ്റുനോക്കുന്ന ഒരു പ്രദേശമാണല്ലോ ഈ കുന്നത്തൂർമേട്. അവിടുത്തെ സെയിന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ ബൂത്ത് 2-ലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്ന് രാഹുൽ അവിടെ എത്തുമോ എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു. ഒപ്പം തന്നെ ഈ പാലക്കാട് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ബാധിക്കും എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ അത് ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന കോൺഗ്രസ് വാദമൊക്കെയുണ്ട്. അപ്പോൾ എന്തായാലും ശ്രദ്ധാകേന്ദ്രമാവുകയാണ് കുന്നത്തൂർമേട്. തീർച്ചയായും ക്രിസ്റ്റീന അറിയിച്ചത് അത് തന്നെയാണ്. കുന്നത്തൂർമേട് നോർത്ത് ബൂത്ത് നമ്പർ 2-ലാണ് നമ്മളുള്ളത്. ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വോട്ട് രേഖപ്പെടുത്താൻ എത്തുക. രാഹുൽ ഇന്നലെ കോടതി ജാമ്യം അനുവദിച്ച സ്ഥിതിക്ക് രാഹുൽ ഇന്ന് എത്തും, വോട്ട് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതോടുകൂടി തന്നെ കുന്നത്തൂർമേട് ഏറെ ശ്രദ്ധ നേടുകയാണ്. മറ്റൊന്നുള്ളത്, ഈ പാലക്കാട് പൊതുവെ ഈ നേരത്തെയൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ചയായതാണ്. മുമ്പെങ്ങും ഇല്ലാത്തത്ര വലിയ രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടം കൂടിയായിരുന്നു ഇത്തവണ കടന്നു പോയത്. ഈ പാലക്കാട് ജില്ലയിലെ ഒരു പൊതുചിത്രം നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും സ്വാധീനമുള്ള ഒരു മേഖല, ഒരു ജില്ല എന്ന് തന്നെ പറയാം. കാരണം 7 നഗരസഭകളിൽ 5ഉം ഭരണത്തിലുള്ളത് ഇടതുപക്ഷമാണ്. ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ 13-ൽ 11 ഇടതുപക്ഷത്തിനാണ്. ജില്ലയിലെ 88 പഞ്ചായത്തുകളിൽ 62 എണ്ണവും ഇടതുപക്ഷത്തിന്റെ സ്വാധീനത്തിലാണ്. അങ്ങനെ ഏറെ സ്വാധീനം ഇടതുപക്ഷത്തിനുണ്ടെങ്കിൽ പോലും ഈ നഗരസഭയിലേക്ക് വരുമ്പോൾ, പാലക്കാട് നഗരസഭയിലേക്ക് വരുമ്പോൾ ഈ ഇടതുപക്ഷം അത് 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നു എന്നതാണ് സാഹചര്യം. അതൊക്കെ ഈ ഇടതുപക്ഷത്തിന് വലിയ ക്ഷീണമുണ്ടാക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ടായിരുന്നു അവർ പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചിരുന്നതൊക്കെ. BJPയെ സംബന്ധിച്ച് വിഭാഗീയ പ്രശ്നങ്ങളൊക്കെ പാലക്കാട് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അത്തരത്തിൽ തന്നെ CPI തർക്കങ്ങൾ, ചില വിമതരുടെ ശല്യം, അതൊക്കെ ഇത്തവണ ഇടതുപക്ഷത്തിന് വിനയാകുമോ എന്നതൊക്കെ കണ്ടറിയണം. എന്തായാലും ഇപ്പോൾ കുന്നത്തൂർമേടിൽ ഈ വോട്ടർമാർ 7 മണിയോട് കൂടി തന്നെ പോളിംഗ് തുടങ്ങും. അതിന് മുൻപായി തന്നെ വലിയ രീതിയിലുള്ള ഒരു ക്യൂ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ആളുകളൊക്കെ ഈ നേരത്തെ തന്നെ ക്യൂവിൽ നിൽക്കുകയാണ്. ചേട്ടാ, എന്താണ് ഇത്തവണത്തെ പ്രതീക്ഷകളൊക്കെ? ശരി, ഐഷത്തുൽ ഷംന പാലക്കാട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അവിടെ കുന്നത്തൂർമേട് പോളിംഗ് ബൂത്തിലേക്ക് ശ്രദ്ധയോടുകൂടി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട്. അതിനുള്ള ഒരു ഘടകം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വോട്ട് ചെയ്യാൻ എത്തുമോ എന്നുള്ളതാണ്. 2 ആഴ്ചയിലധികമായി MLA ഒളിവിലാണ്. ഇന്ന് വോട്ട് രേഖപ്പെടുത്താൻ എത്തുമോ എന്നുള്ളത് രാഷ്ട്രീയ കേരളം ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കുകയാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പാണക്കാട്ട് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ വോട്ട് രേഖപ്പെടുത്താൻ എത്തുകയാണ്. CKM-LP സ്കൂൾ പാണക്കാട് ബൂത്തിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നത്. നേരത്തെ മുനവർലി തങ്ങളും വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നു. സമീർ, പാണക്കാട്ടെ ആ ബൂത്ത് രാഷ്ട്രീയ കേരളത്തിൽ ഒരു ശ്രദ്ധേയമായ ബൂത്താണ്. പാണക്കാട് കുടുംബം വോട്ട് രേഖപ്പെടുത്തുന്ന ബൂത്താണ്. വിവരങ്ങൾ സമീർ. സമീർ ബിൻ കരീമിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പാണക്കാട് CKM-LP സ്കൂളിലെ ബൂത്താണ്. അവിടെ പാണക്കാട് കുടുംബം വോട്ട് രേഖപ്പെടുത്താൻ എത്തുകയാണ്. നേരത്തെ ആദ്യം മുനവർലി തങ്ങൾ വോട്ട് രേഖപ്പെടുത്തി. ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വോട്ട് രേഖപ്പെടുത്താൻ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. തികഞ്ഞ ആത്മവിശ്വാസം മലപ്പുറം ജില്ലയിൽ ഒന്നാകെ UDF നേതൃത്വം വെച്ചു പുലർത്തുന്നുണ്ട്. അവിടെ UDFന്റെ വെൽഫെയർ പാർട്ടി ബന്ധവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രാഷ്ട്രീയ ചർച്ചകൾ, വിവാദങ്ങളൊക്കെ ഉയർന്നു വന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ 2-ാം ഘട്ടത്തിൽ മലപ്പുറം ജില്ലാ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ പോകുന്നത്. പാണക്കാട് തങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്നു. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. സമീർ ബിൻ കരീം CKM-LP സ്കൂളിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. സമീർ, പാണക്കാട് കുടുംബത്തിന്റെ വോട്ടുള്ള ഒരു ബൂത്ത്, അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഈ ബൂത്തിനുണ്ടല്ലോ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ ബൂത്ത് സ്ഥിരമായി പാണക്കാട് തങ്ങന്മാർ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു ബൂത്ത് കൂടിയാണ്. പാണക്കാട് CKM-LP സ്കൂളിലെ 1, 2 ബൂത്തുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ 1ഉം 2ഉം ബൂത്തിലാണ് പാണക്കാട് തങ്ങന്മാർ വോട്ട് രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ സമീർ ബിൻ കരീമാണ് പാണക്കാട് CKM-LP സ്കൂളിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. അല്പസമയം മുമ്പാണ് അവിടെ പാണക്കാട് മുനവറലി തങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയത്. അതിനുശേഷം ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വോട്ട് രേഖപ്പെടുത്താനെത്തി. 75% പോളിംഗ് സ്റ്റേഷനുകളിൽ
കോഴിക്കോട് മോക്ക് പോൾ നടന്നു എന്ന വിവരം നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കടലുണ്ടി ALP സ്കൂളിലെ വോട്ടിംഗ് മെഷീൻ തകരാർ മൂലം അവിടെ മോക്ക് പോളിംഗ് ആരംഭിക്കാനായില്ല. 1 മണിക്കൂർ പോളിംഗ് അവിടെ വൈകിയേക്കുമെന്ന വാർത്തയും വരുന്നുണ്ട്. എല്ലാ പോളിംഗ് ബൂത്തുകളും സജ്ജമാവുകയാണ്. വടക്കൻ കേരളത്തിലെ 470 പഞ്ചായത്തുകൾ, 77 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 7 ജില്ലാ പഞ്ചായത്തുകൾ, അതുപോലെ ശ്രദ്ധേയമായ നഗരസഭകൾ ഉൾപ്പെടെ 47 നഗരസഭകൾ, 3 കോർപ്പറേഷനുകളിലൊക്കെ തീവാറും പോരാട്ടം പ്രതീക്ഷിക്കുന്ന കോർപ്പറേഷനുകൾ. അതിൽ തന്നെ കണ്ണൂരും തൃശ്ശൂരുമൊക്കെ വലിയ ശ്രദ്ധാകേന്ദ്രമായി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഇടങ്ങളാണ്. അവിടെയൊക്കെ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നു. ഇതിനോടകം തന്നെ കണ്ണൂർ ജില്ലയിൽ 14ഇടത്ത് എതിരില്ലാതെ LDF തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. വോട്ടിംഗ് യന്ത്രങ്ങളടക്കം സജ്ജമായി കഴിയുന്നു. മോക്ക് പോളിംഗ് പൂർത്തിയാവുന്നു. വലിയ പരാതികളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ തന്നെ വോട്ടെടുപ്പിന്റെ പ്രക്രിയയിലേക്ക്, ജനാധിപത്യത്തിന്റെ ഉത്സവത്തിലേക്ക് രണ്ടാം ഘട്ടത്തിൽ വോട്ടേഴ്സ് ജനം കടക്കാൻ പോവുകയാണ്. വിവിധ ബൂത്തുകളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പാണക്കാട്ട് ഇപ്പോൾ സാദിഖ് അലി തങ്ങളും മുനവർ അലി തങ്ങളും വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന വിവരങ്ങളാണ്. വൈകിട്ട് 6 മണിവരെയാണ് പോളിംഗ് ഉണ്ടാവുക. 7 ജില്ലകളിലായി ഏതാണ്ട് 1.5 കോടിയിലധികം വോട്ടർമാരാണ് ഇന്ന് വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത്. അതിൽ തന്നെ 72,46,269 പുരുഷന്മാർ, അതുപോലെ 80,90,746 സ്ത്രീകൾ, 161 ട്രാൻസ്ജെൻഡേഴ്സ് ഉൾപ്പെടെ 1,53,37,176 വോട്ടേഴ്സാണ് ഈ ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നത്. അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ പോകുന്നത്. പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. ഒന്നാം ഘട്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് കൂടുതലാണ് എന്ന് നമുക്കറിയാം. ഒന്നാം ഘട്ടത്തിൽ അത് 500-ൽ താഴെയായിരുന്നെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ 7 ജില്ലകളിലേക്ക് എത്തുമ്പോൾ അത് 2000-ലധികമാണ്. 2106 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ണൂരിലാണ്. 1025 ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളാണ്. അവിടെ പ്രത്യേകമായ ക്രമീകരണം, പ്രത്യേകമായ സുരക്ഷ, അതുപോലെ വെബ്കാസ്റ്റിംഗ് അടക്കം ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ സമയം 7 മണിയായി. അങ്ങനെ പോളിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. എല്ലായിടങ്ങളിലും പോളിംഗ് പൂർത്തിയായി. ചിലയിടങ്ങളിൽ മാത്രം വോട്ടിംഗ് മെഷീൻ ധർമ്മടത്തുള്ള പോളിംഗ് ബൂത്തിൽ ദീപക് ധർമ്മടം വോട്ട് ചെയ്യുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. മലപ്പുറത്ത് CKM LP സ്കൂളിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു പോളിംഗ് ബൂത്ത് കൂടിയാണ്. മറ്റിടങ്ങളിലെല്ലാം തന്നെ പോളിംഗ് സ്റ്റേഷന് മുന്നിൽ 7 മണിക്ക് തന്നെ ക്യൂ പാലിച്ച ആളുകൾ വന്നു കഴിഞ്ഞു. പോളിംഗ് ആരംഭിച്ചു. സമാധാനപരമായി ഇതുവരെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. മോക്ക് പോളിംഗ് പലയിടങ്ങളിലും പൂർത്തിയായിട്ടുണ്ട്. 1-2 ഇടങ്ങളിൽ മാത്രം വോട്ടിംഗ് മെഷീന് ചെറിയ തകരാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി എല്ലാ ഇടങ്ങളിലും പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മലപ്പുറം CKM LP സ്കൂളിൽ നിന്ന് അവിടെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വോട്ട് രേഖപ്പെടുത്തുകയാണ്. രാവിലെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് 7 മണി കഴിഞ്ഞ സമയം 1-2 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അതിനു മുമ്പേ തന്നെ ആ ബൂത്തിലെ ആദ്യ വോട്ടർമാരിൽ ഒരാളായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വോട്ട് രേഖപ്പെടുത്തുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രി 8 മണിയോടുകൂടിയാണ് വോട്ട് രേഖപ്പെടുത്താനെത്തും എന്ന കാര്യം അറിയിച്ചിരിക്കുന്നത്. പിണറായിയിലെ ബൂത്തിലാണ് അദ്ദേഹത്തിന് വോട്ടുള്ളത്. അവിടെ കുടുംബസമേതം അദ്ദേഹം 8 മണിയോടുകൂടി എത്തും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.